അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. സെലിബ്രിറ്റികൾക്ക് മാത്രം പോരല്ലോ, നമുക്കും വേണമല്ലോ ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തു. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് അലാറം കേട്ടോ, ഉറക്കം എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അതിനുശേഷം റൂമിനകത്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിലൊക്കെ ചെറുതായിട്ട് വെള്ളം നനയ്ക്കും. ആഴ്ചയിൽ ഒരു ദിവസം മതി കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിക്കാനുള്ള ദിവസമായിരുന്നു. കിച്ചണിലും ഒന്ന് വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെയും വെള്ളം ഒഴിച്ചു. പിന്നെ നേരെ വന്നു ടവലെടുത്തു, ബാത്റൂമിലേക്ക് പോയി, പല്ല് തേച്ചു, കുളിച്ചു, പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാ സുന്ദരനായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നല്ല തണുപ്പ്, AC ഓഫ് ചെയ്തു. പിന്നെ ഇത് എയർ ഫ്രഷറാണ്. രാത്രി ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കും, രാവിലെ വീണ്ടും ഓണാക്കി വയ്ക്കും. അതിനുശേഷം ഇന്നിടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു. അങ്ങനെ ബ്ലാക്ക് ഷർട്ട്, അങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷനൊന്നുമില്ല, കൈ കിട്ടിയവരെണ്ണം എടുത്തു. ഒരല്പം പൗഡർ ഇടും കേട്ടോ. സുന്ദരനായ നമുക്ക് വേറെ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ സടപടേ എന്നുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസിൽ പോകാനുള്ള സമയമായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, വേഗം തന്നെ മൊബൈലും ഹെഡ്ഫോണും ചാവിയൊക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കിച്ചണിൽ ഇന്നലത്തെ വേസ്റ്റ് ഉണ്ടായിരുന്നു, 2 കവറിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും എടുത്തു. അതും കൂടെ എടുത്ത് നേരെ റൂമിന് വെളിയിൽ വേസ്റ്റിനാനുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിട്ടു. ഇനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി, വണ്ടി തുറന്നു, അകത്ത് കയറി. എന്നിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും കുറച്ച് പെർഫ്യൂമൊക്കെ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ തന്നെ പെർഫ്യൂമൊക്കെ വെച്ചിട്ടുണ്ട്. പെർഫ്യൂമൊക്കെ അടിച്ച് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് 7 മണിയായി. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട് ഓഫീസിലേക്ക്. പോകുന്ന വഴിയിൽ ഒരു സിഗ്നൽ ആയപ്പോഴത്തേക്കും വീട്ടിൽ വിളിച്ചു, മകനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു, അവൻ്റെ ചില കുസൃതികളൊക്കെ കണ്ടു. അപ്പോഴത്തേക്ക് സിഗ്നലൊക്കെ മാറി വണ്ടി എടുത്തു. നേരെ ഓഫീസിൽ വന്നപ്പോൾ 7:30 മണി. പഞ്ച് ചെയ്തു, അകത്ത് കയറി. ഇനി ജോലിയിലേക്ക് കടക്കുകയും ജോലി തുടങ്ങുന്നതിന് മുമ്പ് ടേബിളിൽ ഖുർആൻ ഇരിപ്പുണ്ട്, അത് കുറച്ച് ഓതും. അതൊക്കെ കഴിഞ്ഞ് ടീ പോയി ചായ കൊണ്ടുവന്നു. അപ്പോഴേക്കും 9:30 മണിയായി. പിന്നെ ഒരു സാൻഡ്വിച്ച്, ഒരു എഗ് സാൻഡ്വിച്ച്, അത് കഴിക്കാനുള്ള സമയമാണ്. അപ്പം അതും കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഏകദേശം 2:30 മണിയായി. പിന്നെ നല്ല ഗീ റൈസും നാടൻ കോഴിക്കറി ഉണ്ടായിരുന്നു, അതും കഴിച്ച് കുറച്ച് നേരം വർക്കം ചെയ്തപ്പോൾ 4:30 മണിയായി. പിന്നെ പഞ്ച് ഔട്ട് ചെയ്തു, ഇറങ്ങി നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്ന് ഒരു ചായയും പഴംപൊരിയും, അതായത് വാഴയ്ക്കൊപ്പം കഴിച്ചു. അതിനുശേഷം ഇന്ന് മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള തത്വചിന്തയിൽ നേരെ മീൻ മാർക്കറ്റിൽ പോയി അയല മേടിച്ചു. അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഒരു ചുക്ക് കാപ്പി, തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച്, പിന്നെ ഒരു തേങ്ങ. അതിനുശേഷം ബാത്റൂമിലേക്ക് ഇടാനുള്ള എയർ ഫ്രഷനർ. അപ്പോഴത്തേക്ക് കടുമാങ്ങ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അത് മേടിച്ച് റൂമിൽ കൊണ്ടുവന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. വന്ന ഉടനെ റൂമിൽ AC ഇട്ടു. എന്നിട്ട് ബാത്റൂമിൽ തൂക്കാൻ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, നല്ല എയർ ഫ്രഷനർ, അത് തൂക്കി കുളിച്ചു, ഫ്രഷായി. വീണ്ടും കുറച്ച് നേരമൊക്കെ വന്ന് TV കാണാമെന്ന് വിചാരിച്ചു. അതിനുശേഷം വീട്ടിൽ വൈഫിനെയും കുട്ടിയെയും അമ്മയൊക്കെ വിളിച്ചു, സഹോദരിയെ വിളിച്ചു. വീട്ടിലെ കോളെല്ലാം കഴിഞ്ഞിട്ട് ഇനി കുക്കിംഗ് ടൈമാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ കുറേ വെജിറ്റബിൾസ് ഇരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് കത്തിരിക്ക കറിയാണ് ഉണ്ടാക്കിയത്, അതും നല്ല അയല വറുത്തതും. പിന്നെ ഉള്ളത്, കുക്കുംബറുണ്ട്, അച്ചാറുണ്ട്, ചോറ് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് നന്നായിട്ട് കഴിച്ചു കേട്ടോ. മീൻ പൊരിച്ചത് ഒരു വെറൈറ്റി മസാലയായിരുന്നു, അത് ഇനിയിട്ട് അടുത്ത വീഡിയോയിൽ അത് മാത്രം കാണിക്കാം. അങ്ങനെ ചോറ് കഴിച്ചത് വൃത്തികേടായി കിടക്കുന്ന അടുക്കളയൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ചു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇനി കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുമ്പ് BP ഗുളിക 10-12 വർഷമായിട്ട് കഴിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ കണ്ടതൊന്നും എൻ്റെ സ്ഥിരം റൊട്ടീനൊന്നും അല്ല, ഇതൊക്കെ എൻ്റെ മൂഡനുസരിച്ച് മാറും. ചില ദിവസങ്ങൾ കുക്ക് ചെയ്യില്ല, പുറത്തോട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.